ശരത്, ഈ മുകേഷിന്റെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ എപ്പോഴും വലിയ ചർച്ചകളാവാറുണ്ട്. അന്തസ് വേണംടാ അന്തസ് എന്നൊക്കെ പറയുന്നതൊക്കെ വലിയ തഗ്ഗായിട്ട് പിന്നീട് മലയാളികൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുക്കം മറുനാടൻ മലയാളി എക്സ്ക്ലൂസീവായി മുകേഷിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു ജനപ്രതിനിധിയെ ഒരാൾ വിളിക്കുന്നത് അയാളുടെ മണ്ഡലം അല്ലെ അയാളുടെ പഞ്ചായത്ത് പരിധിയോ പോലീസ് സ്റ്റേഷൻ പരിധിയോ ഒന്നും കിട്ടുന്നതല്ല. നമുക്ക് ഒരു പ്രശ്നം സംഭവിക്കുന്നു, നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ആരോ നമ്പർ അവൈലബിൾ ആയോ അയാളെ വിളിച്ചിട്ട് കാര്യം സംസാരിക്കും. അങ്ങനെയാണ് പൊതുവിൽ വരിക. അപ്പം കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരാൾ നടത്തിയ ക്രൈമിൻ്റെ വിക്ടിം തിരുവനന്തപുരം സ്വദേശിയാണ്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തെ ഒരാൾ മുകേഷിനെ വിളിക്കുന്നു. സാധാരണഗതിയിൽ എന്ത് ചെയ്യണം? പരാതി കേട്ട് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഇൻഫോം ചെയ്യാമെന്ന് പറയേണ്ടതിന് പകരം ദേഷ്യപ്പെടുന്ന, ആക്രോശിക്കുന്ന മുകേഷിനെയാണ് കാണുന്നത്. സംഭവം ഇതാണ്: കൊല്ലം സ്വദേശിയായ ഒരു പത്രപ്രവർത്തകനെന്ന് സെൽഫ് എസ്റ്റാബ്ലിഷ് ചെയ്ത രാഗം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ ഗൗതം അനിൽ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയുടെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു. ഇത് എന്തിനാണ് വാങ്ങിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ജോലി തരാം എന്ന് പറഞ്ഞാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിസ തട്ടിപ്പ്, ജോലി തട്ടിപ്പ്, എല്ലാവരും ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ജോലി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ എന്തുകൊണ്ട് മുകേഷിനെ വിളിച്ചു എന്നൊരു ചോദ്യം കൂടെ ബാക്കിയാവുന്നുണ്ട്. ഈ രാഗം രാധാകൃഷ്ണന്റെ വളരെ അടുത്ത സുഹൃത്താണ് മുകേഷ് എന്നാണ് ഗൗതം അനിലിനെ ഈ രാഗം രാധാകൃഷ്ണൻ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. ഈ കോളിന് മുൻപും ഈ ഗൗതം അനിൽ പറയുന്നത് പ്രകാരം 3-4 തവണ ഈ രാഗം രാധാകൃഷ്ണന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മുകേഷിനോട് ഗൗതം അനിൽ സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ നന്നായി സംസാരിച്ചു, ഞങ്ങൾക്കിത് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ മുകേഷ് വളരെ പെട്ടെന്ന് അടിച്ച് പിരുത്ത് കളയും എന്നാണ് പറയുന്നത്. എന്താണ് ശരത്, മുകേഷ് നന്നാവാനുള്ള ലക്ഷണമൊന്നുമില്ല? ഇത് മുകേഷിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു സിനിമാ നടനാണ്, തിരക്കുള്ള നടനാണ്. അങ്ങനത്തെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേക പരിഗണന കൊടുക്കാം. അതായത് നമ്മളെ പോലെ തന്നെയാണ് സിനിമാ നടന്മാരെല്ലാം, സെലിബ്രിറ്റീസ് എല്ലാം തന്നെ അവർക്ക് അവരുടേതായ പ്രൈവസി ആയിരുന്നു. പക്ഷേ മുകേഷിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. കൊല്ലത്തെ സാധാരണക്കാരുടെ എല്ലാം ശബ്ദമാകേണ്ട ഒരാൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊല്ലത്തെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് കടന്ന് അദ്ദേഹത്തിനോട് ഒരു അഭ്യർത്ഥന ഉണ്ടാകും. മാത്രമല്ല, ഈ ഗൗതം എന്ന് പറഞ്ഞ ആള് തന്നെ ദിവസങ്ങൾക്ക്, അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ മുകേഷിനെ സമീപിച്ചിരുന്നു. അതായത് ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് രാഗം രാധാകൃഷ്ണനും മുകേഷുമായിട്ട് പ്രചരണത്തിനടക്കം, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനടക്കം സംസാരിക്കുന്ന ചിത്രങ്ങളടക്കം കാണിച്ചിട്ടാണ് ഗൗതമിനെ ഇയാൾ കൺവിൻസ് ചെയ്തത്, ഈ രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഗൗതം എന്ന് പറയുന്ന ആൾ, നമുക്ക് സംസാരം കേട്ടറിയാം, അദ്ദേഹം ഒരു വലിയ കണക്റ്റഡ് ആയിട്ടുള്ള ആളല്ല, കേട്ടതല്ലേ അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തറിയാനുള്ള ആളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു മുകേഷിനെ വിളിച്ചു കാണും. അപ്പോൾ മുകേഷ് പ്രതികരിച്ചത്, ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്, അത് കഴിഞ്ഞിട്ട് വിളിക്കും, നമുക്ക് പരിഹാരം കാണാമെന്ന് പറഞ്ഞ് ഉറപ്പ് നൽകുന്നുണ്ട്. രണ്ടാമത് വിളിച്ചപ്പോഴത്തേക്കും പറയുന്നു, നിങ്ങളുടെ MLA സംസാരിക്കൂ, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കൂ എന്നുള്ള രീതിയിൽ പറയുന്നു. എങ്കിലും പരിഹാരം കാണാമെന്ന് വീണ്ടും ഉറപ്പ് നൽകുന്നു. മൂന്നാമത് വിളിക്കുമ്പോഴാണ് പറയുന്നത്, ഇത്തരത്തിൽ അടിച്ച് പിരുത്ത് കളയും, നിനക്ക് എന്നെ അറിയില്ല, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, സൈബറുമായിട്ട് കണക്റ്റഡ് ആണ്, ഇപ്പോൾ നിന്റെ വീട്ടിൽ പോലീസ് വരും, നിന്നെ പിടിച്ചുകൊണ്ട് പോകും, അങ്ങനെയൊക്കെ. ഇത് നമ്മൾ എന്റെ ദയയിലാണ് ഇപ്പൊ നീ ജീവിക്കുന്നതെന്നൊക്കെ പറയട്ടെ. അല്ല, അതൊക്കെ പറയാൻ ഇപ്പൊ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് പോലും അവകാശമില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഏത് കൊടികെട്ടി യജമാനും അവകാശമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, മുകേഷിനെ ഇപ്പം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുക, അത് ഒരു മണ്ടത്തരമായി പോയെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നമുക്ക് അവരുടെ കമന്റുകളെല്ലാം നോക്കുമ്പോൾ മനസ്സിലാവും. കൊല്ലംകാർക്ക് എപ്പോഴും കിട്ടുന്നൊരു പ്രശ്നമാണ്, അവർക്ക് പല കാര്യങ്ങൾ കൊണ്ടും കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ആളുകളാണ് കൊല്ലത്തുള്ളത്. നമ്മുടെ അപ്പുറത്തുള്ളൊരു ജില്ല കൂടിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, കൊല്ലം ജില്ല, എനിക്ക് കൊല്ലത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്കതിന് പരസ്യമായിട്ട് എനിക്ക് വിഷമവും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ കുറച്ച് പേരാണ്, അതിൽ ഒരാൾ കൂടിയാണ് മുകേഷ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ഡീല് ചെയ്യാമായിരുന്നു മുകേഷിന്. കാരണം ഒരു ജനപ്രതിനിധിയെ വിളിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനിഷ്ടമായ ഒരു സംസാരം ഉണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കില്ല ആരെങ്കിലും വിളിക്കുന്നത്. ഒരു പ്രതീക്ഷ. ഇപ്പൊ 5 ലക്ഷം രൂപ, ഇപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നുണ്ട്, വീട്ടിലെ ഒരുപാട് പ്രാരാബ്ദങ്ങൾക്കിടയിലാണ് അയാൾ ചെയ്യുന്നത്. ശരിയാണെന്ന് ഞാനും പറയുന്നില്ല. ഒന്നും നോക്കാതെ 5 ലക്ഷം രൂപ കൊടുത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ജോലി മേടിക്കാൻ എന്ന് പറഞ്ഞിട്ട് HR മാനേജർ പോസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇതൊക്കെ തന്നെ ഇപ്പൊ അതിനെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമില്ല. പക്ഷേ പെട്ടുപോയതിനു ശേഷം അവസാനത്തെ പ്രതീക്ഷ എന്ന രീതിയിൽ അയാൾ പരക്കം പായുകയാണ്. അയാൾക്ക് ആ പൈസ അത്യാവശ്യമായിരിക്കും. കുടുംബം നമുക്കറിയാം, വീട്ടുകാരെല്ലാം തന്നെ പ്രാരാബ്ദത്തിലാണ്. സ്വാഭാവികമായിട്ടും മുകേഷിനോട് വിളിക്കുന്ന ആളടുത്ത് കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കുക എന്നുള്ള രീതിയിൽ നോക്കണം. ഇവിടെ അയാളുടെ ബന്ധമോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാതരം ആളുകളുമായിട്ട് കണക്ഷൻ കാണും. പക്ഷേ മുകേഷിന്റെ അഡ്രസ്സ് വെച്ച് അദ്ദേഹം ആദ്യം സുഹൃത്താണെന്ന് പറഞ്ഞ ഒരാള്, അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്നൊക്കെ പറയുന്നുണ്ട് രാഗം രാധാകൃഷ്ണൻ മുകേഷ്. പിന്നെ മൂന്നാമത് വിളിക്കുമ്പോഴത്തേക്ക് സുഹൃത്തോ എന്ന് അയാൾ വേറെ ഒന്നും ചോദിച്ചില്ല. ഈ ഗൗതം ചോദിക്കുന്നത് കൃത്യമായിട്ട് ആ ഓഡിയോയിൽ കേൾക്കുന്നുണ്ട്, സുഹൃത്തെന്ന് മാത്രമേ പറഞ്ഞു. അതിനകത്ത് ഈ കിടന്ന്
ഉരുപൊട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇത് നമ്മള് രാഘം രാധാകൃഷ്ണനെ കൂടെ ഒന്ന് ചർച്ച അതെ, ചെയ്യേണ്ടത്. പറയാതിരിക്കാനില്ല. അതെ, അതായത് എനിക്ക് തോന്നുന്നു 3 മാസം മുൻപ് മറുനാടന്റെ എഡിറ്റർ ഷാജിസ്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. ഈ ഗൗതമിന്റെ വിഷയം പുതിയ വിഷയമല്ല. അത് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 2024 ഫെബ്രുവരിയിൽ എന്തോ ആണ് ഈ 5 ലക്ഷം രൂപ GPay ചെയ്യുകയാണ് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വ്യക്തമായ തെളിവുകളുണ്ട്. കഴിഞ്ഞ ഈ വർഷം ആദ്യമാണെന്ന് തോന്നുന്നു ഇതിൽ പറ്റിയത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി അവര് പോലീസ് അവരുടെ അമ്മ മുഖേന പോലീസിൽ സമീപിക്കുകയും FIR ഇടുകയും ചെയ്തിരുന്നു. പക്ഷേ രാഘം രാധാകൃഷ്ണൻ ഒരു CPM കാരനാണ് ശരത്. അതുകൊണ്ട് തന്നെ ഇയാളെ തൊടില്ല. ഭരിക്കുന്ന പാർട്ടി ഇപ്പം ഇവരുടെയാണ്. ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. ഈ ഗൗതവുമായി അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ പിന്നീട് ആ വീഡിയോയുടെ ഭാഗത്ത് ചേർത്തിട്ടുണ്ട്. അതിൽ ഗൗതം ഷാജിസ്കറിയയോട് പറയുന്ന വാക്കുകൾ, ഞാൻ അദ്ദേഹത്തിനെ വിശ്വസിച്ചിരുന്നു, പലതവണയായി എൻ്റെ വീട്ടിൽ വരികയും അങ്ങനെയാണ് വിശ്വാസം ഊട്ടിയുറപ്പിച്ചത്. എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മയും മുത്തശ്ശിയും മാത്രമാണുള്ളത്. അതായത് ഒരു വേറൊരാളില്ല, നാഥനില്ലാത്ത അല്ലെങ്കിൽ വേറൊരാൾ നോക്കാനും പറയാനും ഇല്ലാത്തൊരു വീടിൻ്റെ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് ആയിരുന്നിരിക്കാം ഈ പറഞ്ഞതുപോലെ ഒരു 5 ലക്ഷം രൂപ കൊടുത്താൽ നീ ഡിഗ്രി കഴിഞ്ഞു വാ, ഡിഗ്രി കഴിയുമ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ജോലി തരാമെന്ന് പറയുന്നു. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ള തോന്നുന്നത്. രാഘം രാധാകൃഷ്ണനെ കുറിച്ചൊരു 3 മാസം മുമ്പ് മറുനാടൻ മലയാളിയിൽ ചെയ്ത വീഡിയോയിൽ ഉൾപ്പെടെ ഇയാൾ എങ്ങനെയാണ് ആളുകളെ അപ്രോച്ച് ചെയ്യുന്നത്. ഒരു ജേർണലിസ്റ്റ് ആണെന്നൊരു എസ്റ്റാബ്ലിഷ്മെന്റിൽ ആളുകളെ പോയി ബ്ലാക്ക് മെയിൽ ചെയ്യുക, പീഡിപ്പിക്കുക, മാനസികമായി പീഡിപ്പിക്കുക, അയാളുടെ ഭീഷണി നടത്തുക, തട്ടിപ്പ് നടത്തുക എന്നുള്ള ഒരുപാട് പരാതികളുണ്ട്. പക്ഷെ ഇയാൾ ഈ ഗൗതമിനോട് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്, എനിക്കത് പോലീസ് തന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കാര്യം എൻ്റെ കമ്പനിക്കാരെല്ലാം പോലീസുകാരുണ്ട്, എനിക്ക് സ്വാഭാവികമായിട്ട് അവരുടെ അടുത്തുനിന്ന് സപ്പോർട്ട് ധാരാളമായി ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല FIR ഇടുന്ന സമയം മുതൽ എല്ലാ ഘട്ടത്തിലും പോലീസിന്റെ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളിലും ഈ രാഘം രാധാകൃഷ്ണൻ പോലീസുകാർ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗൗതം ഈ മറുനാടനോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുക, അതിനകത്ത് ഈ ഒരു വിരട്ടലിന് മുൻപ് തന്നെ അയാൾ കൺവിൻസ് ചെയ്ത രീതി മനസ്സിലാത്ത പറയുമ്പോൾ വീട്ടിൽ ഒരു അംഗത്തെ പോലെ എത്തുന്നു. അതായത് അമ്മയുടെയും അതുപോലെ തന്നെ അമ്മയുടെയും ക്ഷേമം അന്വേഷിക്കുന്നു. അവരുടെ ഒരു ഇപ്പൊ എന്താ പറയാനാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും രക്ഷകൻ റോളിൽ വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കൺവിൻസിംഗ് ആണ്. നമുക്ക് സ്നേഹം കൊണ്ട് പലരെയും കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പം ദുർബലരായവർ ആ സ്നേഹത്തിൽ വീഴുകയും ചെയ്യും. ഗൗതമനും പറ്റിയത് അത് തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു 5 ലക്ഷം രൂപ കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഒരുവിധം ഒരു സുഹൃത്ത് വലയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറ്റില്ലായിരുന്നു, ആരുടെയും ചോദിക്കാമായിരുന്നു. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ തട്ടിക്കൂട്ട് കമ്പനിയാണ്. മാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യം, ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്, അതായത് മാധ്യമ പ്രവർത്തനം അതുപോലെ പാർട്ടി സ്വാധീനമുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ എന്തും ചെയ്യാം. കാരണം എന്തിനും ലൈസൻസ് ഉണ്ട്. പോലീസുമായിട്ട് ഏറ്റവും കോണ്ടാക്ട് ഉണ്ടാകും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ ഉന്നതന്മാരായിട്ട് സ്വാധീനമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവനെ പോലെ ഒരാൾ എന്ത് ചെയ്യും എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കും ഇയാൾക്കുള്ളത്. മാത്രമല്ല മുകേഷിനെ ആലോചിച്ച് നോക്കുക. മുകേഷ് എല്ലാ കാലത്തും ഒരു ഫോൺ എടുക്കുമ്പോൾ പോലും തിരിച്ച് മാന്യമായിട്ടാണ് പിന്നീട് പെരുമാറിക്കൊണ്ടിരുന്നത്. ഈ ഒരു അമളിക്ക് ശേഷം ഇവിടെ എന്ത് പറയാനാണ്, ഒരു ആയുധങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ വിളിക്കുന്നു, നാളെ എനിക്കൊരു ഭീഷണിയാകില്ല എന്നൊരു കോൺഫിഡൻസ് അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരിച്ച് ഈ രീതിയിൽ മറുപടി പറയുന്നത്. മുകേഷ് തന്നെ പറയുന്നുണ്ട് സൈബറുമായിട്ടൊക്കെ ഇത് കണക്റ്റഡ് ആണെന്ന്. എന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഭീഷണിയല്ലേ നടത്തിയത്, വീട്ടിൽ കയറി അടിച്ച് പിരുത്ത് കളയുമെന്ന് പറയുമ്പോഴത്തേക്കും അത് ഭീഷണിയല്ലേ. അതിന് വേണമെങ്കിൽ പോലീസിന് കേസെടുത്തൂടെ? അപ്പം നിന്നെ ഇല്ലാതാക്കി കളയും, നീ തീരും, നിന്നെ തീർത്ത് കളയും, നീ ഇവിടെ ജീവിക്കില്ല. ഇങ്ങനെ ഒരു കവലച്ചട്ടമ്പിയുടെ ഭാഷയിലേക്ക് ഒരു MLA പോവുകയാണെങ്കിൽ അപ്പൊ തന്നെ ആലോചിച്ച് നോക്ക്, അവിടെ നമ്മുടെ നിയമവും വ്യവസ്ഥയും എല്ലാം ആരോടൊപ്പമാണ് ചേർന്നിരിക്കുന്നത്. സ്വാധീനം. അതാണ് രാഘം രാധാകൃഷ്ണനെയും മുകേഷുമാരെയും പോലുള്ളവരെ ഇവിടെ താഴ്ച വളരാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ നേരത്തെ പറയുന്നത് ഗൗതമിനെ പോലുള്ളവർക്ക് അവസാന പ്രതീക്ഷയും നഷ്ടമാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയെ സമീപിക്കുകയുണ്ടായി. അതിനുശേഷമാണ് പോലീസ് കേസ് ഫയൽ വരുന്നത്. അവിടെയും രക്ഷയില്ലാന്ന് തോന്നിയിട്ടാണ് അവസാന കണ്ണി എന്ന രീതിയിൽ മറുനാടനെ അദ്ദേഹം സമീപിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതൊന്നും കേട്ടും കണ്ടുവന്ന് നിൽക്കാൻ കഴിയില്ല എന്നറിയാം. എന്നാലും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മളായിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതെ, അതാണ് ഇപ്പോൾ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്.